നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേസ് കൊടുക്കുമെന്ന് ഭയന്ന് നിലപാടിൽ നിന്നും പിന്നോട്ട് പോയ KR മീരയെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ കടന്നു വരികയാണ്. ഇത് പുരുഷന്മാരുടെ വിജയമാണെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. തീവ്ര ഫെമിനിസത്തിനെതിരായ പുരുഷന്മാരുടെ വിജയമായി തന്നെ ഇതിനെ നോക്കിക്കാണണമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് പരാതി നൽകിയ സംഭവത്തിൽ രാഹുൽ ഈശ്വറിന് മറുപടിയായി എഴുത്തുകാരി KR മീര ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും അതിനു പിന്നാലെ അതിനെ വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: KR മീരയ്ക്ക് ഒരു മിനിമം സത്യസന്ധത വേണ്ടേ? ഈ രീതിയിൽ കള്ളം പറയാൻ ഒരു മടി തോന്നുന്നില്ലേ? ഫെമിനിസ്റ്റുകളെ പോലെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയല്ല. ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും ചെയ്തിരിക്കും, കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കും. പക്ഷേ പുരുഷവിരോധവും തീവ്ര ഫെമിനിസവും ഉള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തനിക്കറിയില്ല. നടൻ ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കേസ് പഠിച്ച ആർക്കും അറിയാം അത് കള്ളക്കേസാണെന്ന്. താൻ പറഞ്ഞതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. സിദ്ദിഖ്, എൽദോസ് കുന്നപ്പള്ളി, വിജയ് ബാബു, നിവിൻ പോളി എന്നിവരുടെ കാര്യത്തിലൊക്കെ വ്യാജ പരാതികളിൽ അകപ്പെട്ടു പോയവരാണ്. അത് കോടതിയും കാലവും തെളിയിച്ചു. താൻ ലൈംഗിക അതിക്രമ അനുകൂലിയാണെങ്കിൽ മാഡം ഗ്രീഷ്മയെ അനുകൂലിക്കുന്ന ആളാണ്. ഒരു പുരുഷനെ ലൈംഗികമായി അതിക്രമിച്ച് അവനെ വിഷം നൽകി കൊലപ്പെടുത്തിയ അവളെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. പറയുന്നെങ്കിൽ കുറച്ചെങ്കിലും ന്യായവും സത്യസന്ധതയും വേണം. കേസ് വരുമെന്ന ഭയം KR മീരയ്ക്കുണ്ടായതിൽ സന്തോഷമുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. മാഡത്തിനെ പോലെ സാഹിത്യോത്സവങ്ങളിൽ പോയി AC മുറിയിൽ ഇരുന്ന് ആക്ടിവിസ്റ്റായ വ്യക്തിയല്ല ഞാൻ. ഒരുപാട് തവണ ജയിലിൽ പോയി വിശ്വാസങ്ങൾക്ക് വേണ്ടി പോരാടി, ജനങ്ങൾക്കിടയിൽ നിന്ന് പോരാടി ഒക്കെ തന്നെ വന്നതാണ്. ഓരോ പുരുഷൻ്റെയും വിജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഇനി മരിച്ചുപോയ ഷാറൂണിനെ പറ്റി അസഭ്യം പറയാൻ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളവർ ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നത്. കോഴിക്കോട് നടന്ന സാഹിത്യോത്സവ വേദിയിൽ വെച്ചായിരുന്നു KR മീര കഷായ പരാമർശം നടത്തിയതും സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ അത് വിമർശിക്കപ്പെട്ടതും. ഒരു മരണത്തെ ഇത്രയധികം ആഘോഷിക്കുന്ന രീതിയിൽ, ന്യായീകരിക്കുന്ന രീതിയിൽ, ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഒട്ടനവധി ആളുകൾ ചൂണ്ടിക്കാട്ടിയത്. പ്രണയത്തിൻ്റെ ഋതുഭേദങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിലാണ് നിരവധി വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു പരാമർശം KR മീരയുടെ വാക്കിൽ നിന്നും സംഭവിച്ചത്. പിന്നീട് കൊലപാതകത്തെ ന്യായീകരിക്കുന്നു എന്നുകൂടി ആരോപിച്ച് രാഹുൽ ഈശ്വർ പോലീസിൽ പരാതിയും കൊടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.